ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടെ mtvlogൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിൽ മുതൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ്, അഞ്ചാം ക്ലാസ്, എട്ടാം ക്ലാസ്, 10ാം ക്ലാസ്, +2, ഡിഗ്രി, PG, PhD, MBBS, BTech എന്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ആ വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും ഒരു പരാതി എന്ന് പറയുന്നത് കുട്ടികൾ ബാക്കി സമയത്തൊക്കെ വളരെ അലർട്ടാണ്, ആക്റ്റീവാണ്, പഠിക്കാനിരിക്കുമ്പോൾ ഉറക്ക് വരുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പോൾ പഠന സമയത്ത് ഉറക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് സൈക്കോളജിക്കലി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, അതിൻ്റെ പരിഹാരവും കാണാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ, ചാനലിൽ നിന്നൊരു വീഡിയോ കാണുന്നത് എങ്കിൽ, നിങ്ങൾ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയെങ്കിൽ ഇത്തരം നല്ല നല്ല വീഡിയോകൾ, ഉപകാരപ്രദമായ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിലാദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠനത്തിനുള്ള അന്തരീക്ഷം, ആംബിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ താല്പര്യവും, ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഉറക്കിനെ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ലക്ഷ്യബോധം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് പ്രധാനം. ഞാൻ എന്തിനാണ് പഠിക്കുന്നതെന്ന് കുട്ടി തിരിച്ചറിയണം. ഏറ്റവും ചെറിയത് മുതൽ, വളരെ ഷോർട്ട് ടേം ഗോൾ മുതൽ ഏറ്റവും ലോങ് ടേം ഗോൾ വരെ കുട്ടിക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റണം. ഒന്നെങ്കിൽ ഈ വർഷത്തെ ടെർമിനൽ എക്സാമിന് ഞാൻ ക്ലാസ് ടോപ്പർ ആവണം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കൊല്ലത്തിലെ പബ്ലിക് എക്സാമിന് എനിക്ക് സ്കൂൾ ടോപ്പർ ആവണം, ക്ലാസ് ടോപ്പർ ആവണം, അവാർഡ് വാങ്ങിക്കണം. അതല്ല, നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സിന് എനിക്ക് എൻട്രൻസിന് ക്വാളിഫൈ ചെയ്യണം, ആ ക്വാളിഫൈ ചെയ്തിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടണം, ജോലി കിട്ടുമ്പോൾ ഇന്ന സ്റ്റാറ്റസ് ആയിരിക്കണം, ഇന്ന സാലറി ആയിരിക്കണം. ഈ കാര്യം കുട്ടിയെ ബോധ്യപ്പെടുത്തുക, കുട്ടി സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യബോധം കുട്ടിക്ക് ഇല്ല എങ്കിൽ, എന്തിനു പഠിക്കുന്നു എന്ന് കുട്ടിയുടെ മനസ്സിൽ എവിടെയെങ്കിലും തങ്ങിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ക്ഷീണമായിരിക്കും, ഉറക്കായിരിക്കും. അപ്പോൾ അത് ക്ലാസ്സിനനുസരിച്ച്, ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് നിനക്ക് ഡോക്ടർ ആവാലോ, അതിനാണ് ഇപ്പോൾ പഠിക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ല. ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇപ്പോൾ നീ ക്ലാസ് ടോപ്പർ ആയാൽ മിസ്സ് സ്റ്റാർ മാർക്ക് തരുമല്ലോ, നിനക്ക് മിസ്സ് അത് തരുമല്ലോ, ഇത് തരുമല്ലോ, അങ്ങനെ പോസിറ്റീവ് മോട്ടിവേഷൻ കൊടുത്ത് തുടങ്ങിയാൽ മതി. ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോന്ന് നോക്കാം നമുക്ക്. അല്ലെ, ഒന്നാമത് എനിക്ക് തോന്നുന്നത്, ഒരു ഹെവി മീലിന് ശേഷം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് അതിനുശേഷം പഠിക്കാനിരുന്നിട്ട് കാര്യമില്ല. ആരാണെങ്കിലും ഉറക്കം വരും. അതുകൊണ്ട് ലൈറ്റ് ഫുഡ് കഴിച്ചിട്ടാണ് പഠിക്കാനിരിക്കേണ്ടത്. ഹെവി മീലിന് ശേഷം പഠിക്കാനിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഹെവി മീൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം പഠനം തുടങ്ങുക എന്നുള്ളതാണ്. പഠന അന്തരീക്ഷം, പഠിക്കുന്ന സ്ഥലം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവനവൻ്റെ വീട്ടിൻ്റെ സൗകര്യങ്ങളൊക്കെ അനുസരിച്ച് തീരുമാനമെടുക്കാം. പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക മുറി ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ അങ്ങനെ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തവരാണ് പ്രത്യേക മുറിയൊന്നും ഉണ്ടാവില്ല. എല്ലാ മക്കളും, ഒന്നിലധികം മക്കളുണ്ട്, എല്ലാവർക്കും കൂടെ ഒരു റൂമും അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലമൊക്കെ ആയിരിക്കാം. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നല്ല ലൈറ്റുള്ള റൂമായിരിക്കണം. ലൈറ്റുള്ള റൂം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് LED ലൈറ്റ് നമ്മുടെ മുഖത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊണ്ട് പഠിക്കാനിരിക്കരുത്. രണ്ട് സൈഡിൽ നിന്നാവാം. ഏറ്റവും നല്ലത് പുറകിൽ നിന്നാണ്. നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിലേക്ക് മാത്രമേ വരാൻ പാടുള്ളൂ. പക്ഷേ വളരെ പുറകിൽ നിന്നായിട്ട് നമ്മുടെ നിഴൽ ഇതിൽ വരാനും പാടില്ല. അപ്പോൾ മുകളിൽ നിന്നോ ഈ സൈഡിൽ നിന്നോ ഉള്ള ലൈറ്റ് മാത്രമേ നമുക്ക് മുന്നിൽ വരാൻ പാടുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് കണ്ണിലേക്ക് അടിക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഉറക്കം വരാനും ക്ഷീണം വരാനും സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല ലൈറ്റ് ഉള്ളതുപോലെ തന്നെ നല്ല വെന്റിലേഷൻ ഉണ്ടാവണം. അടച്ച് ഇടുങ്ങിയ കുടുസായ റൂമിലാവരുത്. നല്ല പ്രകാശവും നല്ല വായു സഞ്ചാരവും ഉണ്ടാവണം. ജനലൊക്കെ തുറന്നു വെച്ച് ചെറിയ ഫാൻ ഉണ്ടെങ്കിൽ അതിട്ട്, അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാനൊക്കെ ഉപയോഗിക്കുന്ന തരം റൂമുകളാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് വെൽ ലിറ്റപ്പ് ആൻഡ് വെൽ വെന്റിലേറ്റഡ് രണ്ടുമുള്ള ഒരു റൂമിലാണെങ്കിലാണ് പഠനം കുറച്ചുകൂടി സൗകര്യമാകാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ പഠിക്കാൻ പലപ്പോഴും ബെഡ്റൂം സെലക്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പാരൻസ് തന്നെ ബെഡ്റൂമിൻ്റെ, വലിയ ബെഡ്റൂം ആണെങ്കിൽ സൈഡിൽ ഒരു ടേബിളും അവിടെ തന്നെ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കും. നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ഉറക്കുമായിട്ട് അതിന് നല്ല ബന്ധമുണ്ട്. ഒരു കോസി അറ്റ്മോസ്ഫിയറിൽ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ബെഡ്ഷീറ്റ്, അതിൽ തലയിണ, കിടക്കുക, ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ പുതപ്പ്, ഉറങ്ങുക, ഈ ഫീലിംഗ് കുട്ടി കൊടുക്കാതിരിക്കാൻ ബെഡ്റൂമിലിരുന്ന് പഠിക്കരുത്. ഇനി കുട്ടിയാണെങ്കിലും പുസ്തകം എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ പോയിട്ട് ബെഡിലിരുന്നിട്ട് ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കിടന്ന് വായിക്കും, പിന്നെ അത് നെഞ്ചത്ത് വെച്ച് കിടന്നുറങ്ങി പോകും. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം ബെഡ്റൂമിൽ വെച്ച് വായിക്കുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കണം. ഓരോരോ പോയിന്റുകൾ നമുക്ക് നോക്കാം. അടുത്തത് ഇരിക്കുന്ന പൊസിഷനാണ്. നമ്മളിങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് ടേബിളിലേക്ക് ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ക്ഷീണം വരും. ശരിക്കും ഇങ്ങനെ നട്ടെല്ലാം നിവർന്നിരിക്കാനും ആ ഹൈറ്റിൽ ഒരു ടേബിളുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒന്നെങ്കിൽ ടേബിൾ ഹൈറ്റ് കൂടി പോകും, അല്ലെങ്കിൽ ടേബിൾ ഹൈറ്റ് കുറഞ്ഞു പോകും. കസേരയോ സ്റ്റൂളോ കുട്ടിയുടെ ഹൈറ്റിനനുസരിച്ചല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റൊരു പൊസിഷനിൽ ഇങ്ങനെ വളഞ്ഞു കുത്തിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ക്ഷീണം വരും. കൃത്യമായിട്ട് ശ്വാസോച്ഛ്വാസവും ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നട്ടെല്ലാം നിവർത്തിയിരിക്കാനുള്ള സൗകര്യമുള്ള ഒരു രീതിയിലായിരിക്കണം കുട്ടിയെ ഇരുത്തേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്,
ഒരു മനുഷ്യന് നാളെയാണ് പരീക്ഷ എന്ന് വിചാരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് 3, 4, 5 hours ഒന്നും പഠിക്കാൻ കഴിയില്ല. അങ്ങനെ ദൈവം മനുഷ്യനൊരു കഴിവ് കൊടുത്തിട്ടില്ല. വളരെ അപൂർവം ഗിഫ്റ്റഡ് ചൈൽഡിന് കൊടുത്തിട്ടെങ്കിലേ ഉള്ളൂ. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന കഴിവ്, അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന പ്രായത്തിൽ ഒരു 17-20 വയസ്സ് വരെയുള്ള ഒരു 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള പ്രായത്തിനിടയിൽ ഒരാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന മാക്സിമം സമയം എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ്, 20, 25, 35 മിനിറ്റ് വരെയാണ്. അപ്പോൾ മാക്സിമം നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് 15 മിനിറ്റാണ് പഠിക്കാൻ പറ്റുമെങ്കിൽ 15, 30 മിനിറ്റ് ആണെങ്കിൽ നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുന്നു. 30 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഓരോ 5 മിനിറ്റിലും 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന രീതിയിലേക്ക് കുട്ടികൾ മാറിപ്പോകും. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നു, വളരെ കോൺസെൻട്രേറ്റഡ്, വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇരുന്ന് പഠിക്കുകയും അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടന്നു പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചെറിയ ഗെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളിച്ച് ഫ്രീ ആയിട്ട് വീണ്ടും വന്നിട്ട് ടൈം സെറ്റ് ചെയ്തിട്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഉറക്കം വരില്ല എന്ന് ഉറപ്പാണ്. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോഴാണ് ഈ ഉറക്കം വരുന്നത്. പിന്നെ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ ശീലിക്കാവുന്ന നല്ലൊരു ശീലം എന്ന് പറയുന്നത്, നമ്മളൊരു പാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ചെറിയ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അത് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒന്നെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് റൂമിൽ വെറുതെ മോക്കായിട്ട് ഒരു ടീച്ചറെ പോലെ അഭിനയിച്ച് ഇതൊന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. പഠിച്ചത് ഓർത്തിരിക്കാനും ഫ്രീ ആയിട്ടിരിക്കാനും മറവിയും അതുപോലെ ഉറക്കമില്ലാതിരിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ സാധനം ഒരു അധ്യാപകനെ പോലെ ക്ലാസ്സിൽ പറയുന്നത് പോലെ മുഴുവൻ കാര്യങ്ങളും റെഫറൻസ് ഇല്ലാതെ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാൾക്കത് മറക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ നമ്മൾ ശ്രമിച്ചു നോക്കാം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, പഠിക്കുന്ന വിഷയങ്ങളും അതിൻ്റെ സമയമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ്. പഠിക്കുന്ന വിഷയങ്ങളും സമയങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ തിയറി വായിച്ച് പഠിക്കേണ്ട സാധനങ്ങളൊക്കെ രാവിലത്തെ ടൈമിനോ അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ വൈകുന്നേരങ്ങളിൽ ആദ്യത്തെ സമയം, ഇപ്പോൾ 6 മണി മുതലാണ് പഠിക്കുന്നതെങ്കിൽ 6 മണി മുതൽ 10 മണി വരെയാണ് നമ്മുടെ പഠന സമയം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 6 to 8 നമ്മൾ പഠിക്കേണ്ടത് ഈ തിയറി വായിച്ച് പഠിക്കേണ്ടത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഹിസ്റ്ററി അങ്ങനെയുള്ളതൊക്കെ പഠിക്കുകയും ഉറക്കം വരാൻ സാധ്യതയുള്ള സമയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്സും മറ്റൊക്കെ സൊല്യൂഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന, ഫിസിക്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആ രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലാതെ ആദ്യം ഫിസിക്സ് ചെയ്യും അവസാനം കുത്തിയിരുന്ന് വായിക്കേണ്ട സാധനമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഉറക്കം വന്നു പോകും എന്നുള്ളതാണ് സത്യം. പിന്നെ പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ള തിയറികളിൽ ചില തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, പണ്ട് മുതലേ പറയാറുള്ള ഒരു കാര്യമാണ്, രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം, അപ്പോഴാണ് നല്ല ഫ്രഷ് ബ്രെയിൻ ഉണ്ടാവുക, നന്നായിട്ട് പഠിക്കാൻ കഴിയുക, രാത്രി പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യണം എന്നുള്ളതാണ്. അതിപ്പോഴും പാരൻസിൻ്റെ മനസ്സിലും ഒരു വിഭാഗം അധ്യാപകരുടെ മനസ്സിലും അതങ്ങനെ തന്നെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ മാത്രമേ കുട്ടി നന്നായിട്ട് പഠിക്കൂ എന്ന തോന്നലുണ്ട്. സത്യത്തിൽ പുതിയ തിയറികൾ പറയുന്നത് അങ്ങനെയില്ല. ജനറ്റിക്കലി ഓരോ മനുഷ്യനും ഒന്നെങ്കിൽ മോർണിംഗ് ടൈപ്പാണ് അല്ലെങ്കിൽ ഈവനിങ് ടൈപ്പാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് രാത്രി പഠിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും എത്ര മണിവരെ ഇരിക്കാം, 10 മണിയോ 11 മണിയോ 12 മണിയോ 1 മണി വരെ ഇരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ഉറക്കം വരില്ല. പക്ഷേ അതേ ആളുകളെ രാവിലെ ഒരു കാരണവശാലും 4 മണിക്ക് വിളിച്ചാൽ എഴുന്നേക്കില്ല, 5 മണിക്ക് എഴുന്നേക്കില്ല, 6 മണിക്ക് എഴുന്നേക്കില്ല. ആ ടൈപ്പ് ആളുകളെ ഈവനിങ് ടൈപ്പ് എന്ന് പറയാം. അവരെ നമ്മൾ അങ്ങനെ വിട്ടേക്കണം. അവർക്ക് എപ്പോഴാണ് പഠിക്കാൻ ഏറ്റവും സ്വസ്ഥത തോന്നുന്നത് ആ ടൈമിന് പഠിച്ചോട്ടെ, രാവിലെ അധികം വൈകാതെ എഴുന്നേൽപ്പിക്കുക. ചില കുട്ടികൾ അങ്ങനെയല്ല, മോർണിംഗ് ടൈപ്പാണ്. അവർക്ക് 3 മണിക്ക് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കും, അലാറം വെച്ച് വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ 3 മണിക്ക് എഴുന്നേക്കും, 3:30, 4 മണിക്ക് എഴുന്നേക്കും. പക്ഷേ രാത്രി ഒരു 9, 9:30 ആക്കുമ്പോൾ അപ്പം തന്നെ ഉറങ്ങിപ്പോകും. അങ്ങനെയുള്ള കുട്ടികൾ അങ്ങനെ വിട്ടുകൊടുക്കുക. അതുകൊണ്ട് അവർ ഏത് ടൈപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ചില കുട്ടികൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല, 0 ടൈപ്പാണെന്ന് പറഞ്ഞാൽ ആവശ്യം വന്നാൽ രാത്രി വൈകോളം ഇരിക്കാൻ തയ്യാറാണ്, ആവശ്യം വന്നാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ തയ്യാറാണ്. രാവിലെയുടെ കാര്യത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നിർബന്ധിച്ചിട്ടൊരു കുട്ടിയെ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ കുട്ടി ഇരുന്ന് മുഖമൊക്കെ കഴുകി വന്നിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ പുസ്തകത്തിൽ നോക്കുക മാത്രമേ ഉള്ളൂ, പഠിക്കില്ല എന്ന് ഉറപ്പാണ്, ഉറക്കം തൂങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെ രാവിലെ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല, പഠനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഒരു നല്ല സൗണ്ട് സ്ലീപ്പ്, ശാന്തമായ ഒരു ഉറക്കം കുട്ടി കിട്ടുക എന്നുള്ളതാണ്. 7 മുതൽ 8 മണിക്കൂർ വരെ കുട്ടി ഉറങ്ങുകയാണെങ്കിലാണ് പഠിക്കുന്ന സാധനങ്ങൾ മനസ്സിലിരുന്നിട്ട് റിവൈസ് ചെയ്ത് ഒതുങ്ങി കിട്ടുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ശാന്തമായ ഉറക്ക കുട്ടിക്ക് സംഭാവന ചെയ്യണം. നല്ല ഉറക്ക് വരികയാണെങ്കിൽ നാളെ പരീക്ഷയാണെങ്കിൽ പോലും കുട്ടിയെ ഉറങ്ങാൻ അനുവദിക്കണം എന്ന് തന്നെയാണ് അതിന് ശരി. പക്ഷേ അതൊരു അസുഖമായി മാറുന്ന കുട്ടികളല്ല, സാധാരണ കവിഞ്ഞ് പെട്ടെന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങണം എന്ന് പറയുകയാണെങ്കിൽ കുട്ടിയെ ഉറങ്ങാൻ അനുവദിക്കും. ഉറക്കളച്ച് മുഖം പച്ചവെള്ളം കൊണ്ട് കഴുകി കാലിൽ വെള്ളമാക്കി അങ്ങനെ ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് കുട്ടിയെ പഠിക്കാൻ നിർബന്ധിക്കരുത് എന്നതാണ് സത്യം. അതുപോലെ മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഈ മെല്ലെയാണോ വായിക്കേണ്ടത് ഉറക്കെയാണോ വായിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ നേച്ചറുമായി വളരെ ബന്ധമുണ്ടെങ്കിലും ശാസ്ത്രം പറയുന്നത് ഉറക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ മെമ്മറിയിൽ നിൽക്കുന്നുള്ളതാണ്. ഉറക്കെ വായിക്കാൻ പറ്റിയ സാഹചര്യങ്ങളാണെങ്കിൽ ഉറക്കെ വായിച്ചു പഠിക്കാൻ അവസരം കൊടുക്കുക, മെല്ലെയാണെങ്കിൽ മെല്ലെ വായിക്കുക. പക്ഷേ ഉറക്കെ വായിച്ചു കഴിഞ്ഞാൽ ഉറക്കം പോകും എന്നത് ഉറപ്പാണ്. ഉറക്കെ വായിക്കുക, അങ്ങനെയാണ് നമ്മുടെ ഉറക്കം വരില്ല, ക്ഷീണം വരില്ല. അതുകൊണ്ട് ഉറക്കെ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുക.
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരം മുഴുവൻ വെള്ളമാണ്. തലച്ചോറിൻ്റെ 3/4 ഭാഗവും വെള്ളമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മൊത്തം തലച്ചോറെടുത്ത് പിഴിഞ്ഞ് കളയുകയാണെങ്കിൽ അതിൻ്റെ 25% മാത്രമേ മാറ്ററായിട്ടുള്ളൂ, ബാക്കി മുഴുവൻ വെള്ളമാണ്. അങ്ങനെ വെള്ളമാണ് ശരീരം മുഴുവനും. ഈ വെള്ളം ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ ഉറക്കവും വരും, പഠിച്ചാൽ ഓർമ്മയിൽ നിൽക്കില്ല. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടിക്ക് എപ്പോഴും വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇളം ചൂടുള്ള വെള്ളം, ഇളം ചൂടാണ്, അധികം തണുത്തതാവരുത്, ഭയങ്കര ഹോട്ടോ ആവരുത്, ആ വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് കുടിക്കാൻ പക്ഷേ ഒരു കാര്യമുള്ളത്, ടേബിളിൽ തന്നെ ആ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിസ്ട്രാക്ഷനായി മാറും. അതൊന്ന് തുറന്നു, അതിന് ഇത്തിരി വെള്ളം എടുത്തു, പിന്നെ അടപ്പൊന്ന് അടച്ചു, അങ്ങനെ കുറേ സമയം അതിൽ കളയും. അതുകൊണ്ട് അങ്ങനെ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഇത്തിരി അകലെ വെക്കുക വെള്ളം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 30 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ബ്രേക്ക് വേണമെന്നുള്ളൂ. ആ ബ്രേക്ക് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി അത് ഇത്തിരി കുടിച്ച് തിരിച്ചു വരുന്നതും ഒരു ബ്രേക്കാണ്. അതുകൊണ്ട് ആവർത്തിച്ച് ടൈം ടു ടൈമിൽ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറക്കം വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് അടുത്തൊരു പോയിൻ്റായിട്ട് നമുക്ക് ഓർക്കാം. വെള്ളമാണ് നല്ലത്. ഒരിക്കലും ചായ കാപ്പി പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. പക്ഷേ വല്ലപ്പോഴും ഒരു ചായ കാപ്പിയാകാം. പ്രത്യേകിച്ച് മോർണിംഗിനൊക്കെയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഒരു കാപ്പി കുടിച്ച് ഉന്മേഷം കിട്ടുന്നത് നല്ലതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അല്പാൽപ്പം കാപ്പി കുടിക്കുന്നത് ഗുണത്തേക്കാളെ ദോഷം ചെയ്യുന്നതാണ്. അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നത് ഏത് ടൈമാണെങ്കിലും, അത് 3 മണിക്കാണെങ്കിൽ 4 മണിക്കാണെങ്കിലും 5 മണിക്കാണെങ്കിലും 6 മണിക്ക് അപ്പുറത്തേക്ക് ഒരു കുട്ടിയെ പ്രോത്സാഹിപ്പിക്കരുത്. അതിന് മുമ്പ് ഏത് ടൈമാണെങ്കിലും അതൊരു ബയോളജിക്കൽ ക്ലോക്ക് പോലെ അത് സെറ്റ് ചെയ്യുക. സ്ഥിരമായിട്ട് ആ ടൈമിന് എഴുന്നേൽക്കുക. പഠിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ ബയോളജിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്യും. അങ്ങനെ പഠിക്കുന്ന കുട്ടിക്കാണ് നല്ല മെമ്മറി കപ്പാസിറ്റി ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളും ഓർക്കുകയും പഠിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കുകയും ചെയ്യാനുള്ള നല്ലൊരു രീതിയാണ് സ്ഥിരമായിട്ട് ഒരേ സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളത്. സമയം നീണ്ടുപോകുന്നു. 1-2 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒന്ന്, പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് പഠിക്കാൻ ആവശ്യമായ ടെക്സ്റ്റ്, നോട്ട്, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, അതിൻ്റെ പേന, പെൻസിൽ, ഈ സാധനങ്ങളല്ലാതെ കുട്ടിയുടെ ശ്രദ്ധ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ഡിസ്ട്രാക്ഷനും അവിടെ ഉണ്ടാകാൻ പാടില്ല. അത് കുട്ടിയും പാരൻസും ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു കളിയാണ് ചെസ്സ് എന്ന് വിചാരിക്കുക. ചെസ്സിൻ്റെ ബോർഡ് അവിടെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. മൊബൈൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, കുട്ടിക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഉണ്ടെങ്കിൽ പാരൻസ് അത് വാങ്ങിയിട്ട് ഷെൽഫിൽ സൂക്ഷിക്കുക. പഠന സമയം കഴിഞ്ഞിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു വാട്സപ്പ് മെസ്സേജിൻ്റെ റിംഗ് മതി, അല്ലെങ്കിൽ ഒരു സാധാ മെസ്സേജിൻ്റെ ട്യൂണ് കേട്ടാൽ മതി, ഉടനെ ഡിസ്ട്രാക്ഷൻ. അങ്ങോട്ട് ശ്രദ്ധിക്കും, അതാരാന്നറിയണം. അതിനി നോക്കിയിട്ടില്ലെങ്കിലും മനസ്സിൽ അതാണ് ഉണ്ടാവുക. അതുകൊണ്ട് അത്തരം ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. TV തൊട്ടടുത്ത റൂമിൽ ഓണാക്കി വെച്ചേക്കാൻ പാടില്ല. അവൻ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ഡിസ്ട്രാക്ഷന് സാധ്യതയുള്ള ഒന്നും അടുത്തുണ്ടാവരുത്. മൊബൈൽ ഫോൺ ആവാം, ഗെയിമുകളുടെ ലുഡോ അല്ലെങ്കിൽ ചെസ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം, അല്ലെങ്കിൽ കളർ അടിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ കളർ പെൻസിലും കളർ ബോക്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ട്. അത്തരം സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കി 30 മിനിറ്റ് പഠിക്കുക എന്നുള്ളതാണ്. അവസാനിപ്പിക്കാം. മാനസികമായും ശാരീരികമായും എനിക്ക് പഠിക്കണം, രക്ഷപ്പെടണം എന്ന ചിന്തയുണ്ടാവുക. അതുകൊണ്ട് ആർക്കാണോ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മക്കൾക്കായിരിക്കാം, നമ്മുടെ പഠിപ്പിക്കുന്ന കുട്ടികൾക്കായിരിക്കാം, അല്ലെങ്കിൽ സ്വയം നമുക്ക് തന്നെ ആവാം, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരെയാണോ നമ്മൾ ഇത് ഫോക്കസ് ചെയ്യുന്നത്, ഈ വീഡിയോയുടെ തമ്മിൽ കണ്ടപ്പോൾ ഇത് കാണാൻ ഉദ്ദേശിച്ചത് ആരെയാണോ നമ്മൾ മനസ്സിൽ കണ്ടത്, അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലക്ഷ്യബോധം തന്നെയാണ്. ഞാൻ എന്തിന് പഠിക്കുന്നു, ഞാൻ പഠിച്ചിട്ട് എന്തായി മാറും, അത് എന്ത് പഠിക്കുകയാണെങ്കിലും എൻ്റെ ജോലി, എൻ്റെ ശമ്പളം, അതുവഴി എനിക്കുണ്ടാകുന്ന സമൂഹത്തിലുണ്ടാകുന്ന സ്റ്റാറ്റസ്, ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടി പഠിക്കും. അത് മാത്രമേ അതിന് വഴിയുള്ളൂ. അങ്ങനെ ഒരു ചിന്തയോടുകൂടെ പഠിക്കാനിരിക്കുന്ന കുട്ടിക്ക് ഉറക്കം വരില്ല എന്നത് ഉറപ്പാണ്. പക്ഷേ അതേ സമയത്ത് ഒരു കുട്ടിക്ക് ആവശ്യമായ 7 മണിക്കൂറെങ്കിലും ഉറക്ക് നമ്മൾ അനുവദിച്ച് കൊടുക്കുകയും വേണം. എങ്കിലാണ് കുട്ടി നന്നായിട്ട് പഠിക്കുക. നമുക്കിവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും വിട പറയുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്.